ഹായ് ആൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. എൻ്റെ മോഡുലാർ കിച്ചണാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്ന വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ നേരത്തെ കിച്ചൻ്റെ അവസ്ഥ. എല്ലാം വളരെയധികം മെസ്സിയായിട്ട് കിടക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ആദ്യം ക്ലീൻ ചെയ്തിട്ടാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഞാൻ രണ്ട് DIY ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം സ്പേസ് സേവിങ് ആയിട്ടുള്ളൊരു DIYയും ഒരെണ്ണം ഒരു പ്ലാന്ററുമാണ് ഞാൻ ചെയ്യുന്നത്. കൂടാതെ 2 പ്രോഡക്ട്സും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയ ഒരു പ്രോഡക്റ്റ്. ഇത് ഹാർഡ് വാട്ടറും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഒരു പ്രോഡക്റ്റാണ് ഇത് കേട്ടോ. ആഡ് കണ്ടിട്ട് വാങ്ങിയതാണ്. ഞങ്ങളുടെ വീട്ടിലെ വെള്ളം എന്ന് പറയുന്നത് നല്ല ഹാർഡാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, എല്ലാ പൈപ്പിലും ഒക്കെ നല്ല സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. അപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് നമ്മുടെ മിററിൽ അടിക്കുന്ന സ്പ്രേയും, ഒന്ന് നമ്മുടെ ഹാർഡ് സ്റ്റെയിൻസ്, അതായത് കിച്ചണിലുള്ള ഹാർഡ് സ്റ്റെയിൻസ് പോകുന്ന സ്പ്രേയുമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിവിങ് ബേസിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്പേസ് സേവിങ് ഓർഗനൈസറാണ്. ഇത് എക്സ്റ്റെൻഡബിൾ ആണ്. ഇതിൽ ലോക്കും കാര്യങ്ങളും ഉണ്ട്. ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, സ്പൂണും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ബെഡ്റൂമിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. കൂടുതലും കിച്ചണിലും വാഷ് ബേസിൻ്റെ താഴെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഈ ഒരു കോർണറിലാണ്. ഈ ഒരു കോർണർ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോർണറായിരിക്കും. മോഡുലാർ കിച്ചൺ ഉള്ളവർക്കൊക്കെ കാണും. ഇത് നമുക്ക് പെട്ടെന്ന് പാടായിരിക്കും ഇതിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ സെറ്റാക്കി നമുക്ക് എടുക്കാം. എളുപ്പമാണ്. കാസറോളും കുക്കേഴ്സും ഒക്കെ ഞാൻ ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് എളുപ്പം എടുക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നീട് ഞാൻ എല്ലാ ഡ്രോയേഴ്സും ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൽ ഹാർഡ് സ്റ്റെയിൻസ് ഉള്ളിടത്തെല്ലാം ഞാൻ ആ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തപ്പോൾ നല്ല ആ ഹാർഡ് സ്റ്റെയിൻസ് ഒക്കെ മാറുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു പോർഷനും കൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ഞാനൊരു DIY ചെയ്യുന്നത്. അത് ഇവിടെയാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം വീണ്ടും ഞാൻ ആ സ്പ്രേ നമ്മുടെ കിച്ചൺ ഹോബിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഹോബിൽ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങളും എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒട്ടുമിക്ക ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഇങ്ങനെയുള്ള സ്റ്റിക്കർ ഒട്ടിച്ചപ്പോഴാണ് ഓർത്തത് കയ്യിൽ മാർക്കറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് ഓയിൽ ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ടോൾ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് മാക്സിമം എല്ലാ സാധനങ്ങളും കയറും കേട്ടോ. അപ്പോൾ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണത്. അതും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ്ട് ഈ അടുപ്പിലൊക്കെ ഞാൻ ആ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുവിധം അതിൻ്റെ ഹാർഡ് സ്റ്റെയിൻസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ഇത് ഞാനൊരു DIY ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലൈവുഡ് വീട് പണിയുന്ന സമയത്ത് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ വരുന്ന ആ ഒരു 2 റോള് അതിലും കൂടെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് സംഭവം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മീഷോയിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമസോണിലൊക്കെ നല്ല പ്രൈസാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതിവിടെ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തടി ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും അത്. കാർഡ്ബോർഡിലും ചെയ്യാം നമുക്ക്. ഇത് ഡാമേജ് ആയ 2 ജീൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ മറിച്ചിട്ടിട്ട് അതിങ്ങനെ നമുക്ക് പ്ലീറ്റ്സ് പോലെ ആക്കി നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് അതൊന്ന് പെർഫെക്ഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊപ്പി പോലെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു പ്ലാന്റർ വെച്ചിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ മണ്ണ് നിറച്ച് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെനിക്ക് 2 പോം സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇയറിന് വേണ്ടിയിട്ട് ജീൻസിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാനങ്ങനെ അവിടെ ക്യൂട്ടായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത ആ ഒരു ക്യാബിനറ്റ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിൽ മിക്സിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, ഒന്നിലിങ്ങനെ ഒരു ബോക്സൊക്കെ വെച്ചിട്ട് സ്റ്റീൽ പാത്രങ്ങൾ, നമ്മുടെ കപ്പുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ ഇഡലിയുടെ ആ ഒരു സംഭവമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ സ്റ്റീലിൻ്റെ തട്ടുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് നമ്മൾ എടുക്കുന്ന പാനിൻ്റെ മൂടികളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അധികം എടുക്കാത്ത ടൈപ്പ് സാധനങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മക്കളുടെ ബോട്ടിൽസും ചോറ് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ടോൾ യൂണിറ്റാണ്. ടോൾ യൂണിറ്റും അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടിൽസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഈ ഒരു പോർഷൻ നേരത്തെ ചെയ്ത DIYയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും. അതിൻ്റെ താഴെയും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓരോ സാധനങ്ങൾ വെച്ച് കൊടുക്കാൻ പറ്റും, എളുപ്പമാണ്. തടി ആയതുകൊണ്ട് അതിങ്ങനെ പൊട്ടിപ്പോവുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കിച്ചൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ആ പ്ലാന്റേഴ്സ് ഞാൻ വിൻഡോയുടെ അവിടെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കിച്ചൻ്റെ ലുക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.